പ്രധാനമായിട്ടും കേരളത്തിൽ ചർച്ചയാകുന്ന വിഷയം ADGP അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ മുന്നണി യോഗം എന്ത് ചർച്ചയാണ് നടന്നത്, എന്ത് തീരുമാനത്തിലാണ്? അല്ല, ഇതിൻ്റെ ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരാതിയിലും തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഇത്രയും വിവാദമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ എങ്ങനെയാണ് ക്രമസമാധാന ചുമതലയിൽ വെച്ചുകൊണ്ടിരിക്കുക? അതിന് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ആവശ്യം രാഷ്ട്രീയ തീരുമാനം മതിയല്ലോ, സർക്കാരിന്റെ തീരുമാനം, എക്സിക്യൂട്ടീവ് തീരുമാനം മതിയല്ലോ. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. വേറെ പിന്നെ നിങ്ങളിപ്പോൾ ഈ RSSന്റെ പ്രശ്നത്തിൽ RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ CPIMോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ? അതാണോ കേരളത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം? ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ച് വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. അതെന്താന്ന് നമുക്ക് പരിശോധിച്ചിട്ട് തീരുമാനിക്കാമെന്ന്. നമ്മളിപ്പോ ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകളെ ശിക്ഷിക്കാം. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപനം തന്നെ എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും, അതിലൊരു ആശങ്കയും വേണ്ട. ഇത് ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ്. മാത്രമല്ല, ഇതിൽ പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നുണ്ട്. അതിൽ മുന്നണിക്ക് ഒരു അതിർത്തിയുമില്ല. ചെയ്ത ഞാനും അല്ല, അതിന്റെ അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. ഈ അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരമൊരു നിലപാടിന്റെ ഭാഗമാണ്. കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മതി. നമുക്കത് അവസാനം ആര്? ഞാനല്ലേ? ഞാൻ മുന്നേ ADGPനെ മാറ്റി നിർത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, അത് സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. വേറെ ആർക്കും ഒരാൾ അതെ കണ്ടതല്ല പ്രശ്നം, എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ? ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ?
നിങ്ങളൊരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും. കാണില്ല, കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിനെ? ഇതിലെനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. നിങ്ങൾ സോറി, നിങ്ങൾ പറ. കാണാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ സ്വന്തം ഫ്ലാറ്റിലേക്ക് വന്നതാണ്. അറിയുന്നില്ല, ആരാണെന്ന് അറിയുന്നില്ല. ജലജൻ കണ്ടതിന് സ്ഥലത്ത് മാറി. പക്ഷേ ADGPയുടെ ചുമതലയുള്ള MR കുമാർ അങ്ങോട്ട് പോയി കാണുകയാണ് RSS മേധാവി. ഈ ജാവ്ദേക്കർ പോയി കണ്ടിട്ടാണ് EP ജയരാജനെ മാറ്റി നിങ്ങളോടാണ് പറഞ്ഞത്? ഇല്ല ഇല്ല ഇല്ല, ഞാനല്ലല്ലോ, ഞാൻ പാർട്ടിന്റെ ഭാഗമല്ലേ. നിങ്ങൾ ദേവി ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് കാണാം. അതാണ് നിങ്ങൾക്ക് അങ്ങനെ പലതിലും കാണാൻ കഴിയില്ല, അത് വേറെ പ്രശ്നം. അതങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് EP ജയരാജൻ ഈ ജാവ്ദേക്കറെ കണ്ട വിഷയത്തിലല്ല EP ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. നാളെ എന്നെ മാറ്റിന്ന് വരും. ഞങ്ങളെല്ലാം CPMന്റെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. അങ്ങനെ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. അതിന് ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. അല്ലല്ല, അത് യോജിപ്പുണ്ടല്ലോ എന്നുള്ളത്. അതിൽ അങ്ങനെ എല്ലാ അഭിപ്രായങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഷംസീർ കണ്ടത്, ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അതിന് സംശയമുണ്ടോ? ഒരു ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിന് അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോ പ്രതികരിക്കണമെന്നുണ്ടോ? സ്വന്തമാണെങ്കിൽ അതൊക്കെ വേറെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക? അങ്ങനെയല്ലേന്ന്. ഗവർണർ സ്വതന്ത്ര പദവിയല്ലേ? ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വതന്ത്ര പദവിയില്ലേ? അവർ ചിലപ്പോൾ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ പങ്കെടുക്കുന്നില്ലേ? എല്ലാ ഗവർണർമാരുടെയും വീട്ടിലിപ്പം രാവിലെ എന്താ നടക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ നിൽക്കുന്നത്. ഇത്രയും പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. RSSനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. ഒരാൾ നല്ല ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. RSSനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം. അപ്പം RSS ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് RSS അല്ലേ? അതെങ്കിലും അറിഞ്ഞൂടെ? RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ്. അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ ഇന്ത്യയിൽ? CPM ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ നിലപാടിനെ എല്ലാം എതിർക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്. ചെറിയൊരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ലിപ്പിലോ അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ച് കൊണ്ടുപോകരുത്. എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിന് മുമ്പിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് എന്നുള്ളത് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? എത്ര ആളുകൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട്, എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നരക. നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടെന്തോ നിങ്ങൾ അത് എന്നോട് ചോദിച്ചോ? നിങ്ങൾക്കൊരു ഇതിലായിരിക്കണം മുഖ്യമായ ആലോചന. നിങ്ങളുടെയും എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു സൗഹൃദ സംഭാഷണമായിട്ട് കണക്കാക്കി മാധ്യമപ്രവർത്തകരുടെ, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫോൺ ചോർത്തുന്നു എന്നതാണ്.
മാത്രമല്ല അദ്ദേഹം തന്നെ ചില ഫോൺ ചോർത്തുകൾ ഇപ്പോൾ ഗവർണർ ഈ കാലത്ത് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഫോൺ ചോർത്തൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ? അതിനോട് എന്താ മുന്നണിയുടെ സമീപനം? ഫോൺ ചോർത്തതിനോട് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവർ എഴുതി കൊടുത്ത ഈ ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കാർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഫോൺ ചോർത്തൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കും. അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോകും. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യും. നമുക്കത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവേണ്ട ആളുകളല്ലേ, നമുക്ക് ഇനിയും കാണാമല്ലോ. അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ. അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോടും ഉന്നയിക്കില്ല. അതിന് ഒരു നല്ല ലക്ഷണമാണ്. ഒരു പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു, അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. അത്തരം ഒരു നിലപാട് എടുത്തിട്ട് പോലല്ലേ ശരി? അങ്ങനെ തോന്നില്ല. നിങ്ങൾ ഈ അൻവറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നണിയിൽ CPM മെമ്പറല്ല അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. അത് നമുക്ക് പിന്നെ പറയാം. എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള നമുക്ക് പിന്നെ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. നോക്കട്ടെ. നമ്മളെ ആലോചനയിൽ എല്ലാ വിഷയവും ഇപ്പം നമുക്ക് അങ്ങനെ തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സ്വകാര്യത ഉണ്ടാകില്ലേ? അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം പറയാം. നിങ്ങളൊന്ന് സഹകരിക്കുക. കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുക. അല്ല, ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ നേതൃത്വം ഞാനില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചുള്ളത്. നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസമില്ല, എനിക്കൊരു നിയന്ത്രണവുമില്ല. നിങ്ങളെ ചോദ്യം എനിക്ക് സ്വന്തമായ ചില നിയന്ത്രണങ്ങൾ എനിക്കുണ്ട്. അത് പറഞ്ഞല്ലേ, അൻവർ പറഞ്ഞിടത്തിലാണോ ഇപ്പൊ കേരളം നിൽക്കുന്നത്? അൻവർ പറഞ്ഞാൽ അദ്ദേഹത്തിന് പരാതി, ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചാൽ നിശ്ചയമായി അന്വേഷണം നടക്കുന്നത്. അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞില്ലേ. അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, പോലീസ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്താ പോലീസിനുള്ള നിലപാട് എന്നുള്ളത്. പോലീസ് എന്തായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. അന്വേഷണത്തിൽ വിട്ടതോ 3 DGPമാരെയാണ് ചുമതലപ്പെടുത്തിയത് അന്വേഷിക്കാൻ. കാരണം ഈ DGPന്റെ താഴെയുള്ള ആളുകളെ പറ്റിയാണല്ലോ പരാതി. 3 DGPമാരെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരള DGPയുടെ നേതൃത്വത്തിൽ 3 DGPമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് എന്താ ചെയ്യാൻ കഴിയാം? അവർ അന്വേഷണം വരട്ടെ. അവർ നീതിപൂർവ്വം അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ നടുവിലും കേരളം ഈ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കേരളം അവാർഡ് വാങ്ങിയില്ലേ? അത് സത്യല്ലേ? ഇതിന്റെ എല്ലാ നടുവിൽ അമിത്ഷാ കേരളത്തിലെ DGP കൊടുത്തല്ലോ, അവാർഡ് കൊടുത്തല്ലോ. വാങ്ങിയതിനാണ്. അതൊരു അംഗീകാരമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമില്ലേ? അത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അറിയാം. ഏത് കുറ്റവാളികള്? എന്താ അത്? അത് വാക്കുപിഴയായിട്ട് കണക്കാക്കിയാൽ മതി. അത് വാക്കുപിഴയായിട്ട് കണക്കാക്കുക. വാക്കുപിഴ എന്ന് പറഞ്ഞു ചെലുക്കണത് എഴുതിക്കളിയില്ലേ? കുറ്റവാളി എന്ന് ഞാൻ പറയാൻ കാരണം കുറ്റവാളികളാണെന്ന് ആരോപണമുള്ളവരാണ്. അവരെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. അത് നിങ്ങൾ ആ നിലയിൽ കണക്കാക്കണം. മറ്റല്ല, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. ഇതാണ് അതിന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യം. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്. എനിക്ക് വളരെ സന്തോഷമാണ് അതിൽ. ഒരു തെറ്റ് എൻ്റെ കയ്യിൽ നിന്നൊരു നാക്കുപഴു വന്നു കഴിഞ്ഞാൽ
പത്രപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പറയുന്നത് അതൊരു വലിയ സഹായമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാനീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലേ? ഞാൻ ഗവൺമെന്റിന്റെ സമീപനം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട് പറഞ്ഞു, CPM-ന്റെ നിലപാടും ആവർത്തിച്ച് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ADGP-യെ സഹായിക്കുന്നതാണ് നിങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാം? നിങ്ങളുടെ മനസ്സിൽ ആ ധാരണ ഉണ്ടാകാം. ആ ധാരണ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ നിലപാട് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ബാക്കി കാര്യം പിന്നെ നമുക്കറിയാം. ആയിക്കോട്ടെ, PV അൻവർ അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു അംഗമാണ് PV അൻവർ. അദ്ദേഹം കേരള നിയമസഭയിലെ ഒരു MLA ആണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പം PV അൻവറാണ് എല്ലാം നയരൂപീകരണം നടത്തുന്നുള്ള ധാരണയിൽ നിൽക്കരുത്. PV അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഗൗരവത്തിലെടുത്ത് അത് പരിശോധിക്കാണ് ഗവൺമെന്റ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താ നിലപാട് എന്നുള്ളത് നോക്കാം. PV അൻവറിൽ അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. PV അൻവർക്കും അൻവർ അതിന് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അൻവർ ഇതുവരെ സംസാരിച്ചിരുന്നത്. കുറ്റപ്പെടുത്തിയില്ല. പറയുന്ന കാര്യങ്ങൾ അതല്ലേ പറയുന്നത്. അദ്ദേഹം ഇപ്പം പറയുന്ന ഏത് കാര്യങ്ങളാണ് സ്വീകരിക്കാത്തത്? ഇപ്പം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം കുറച്ച് ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അത് അൻവറായിട്ട് ആലോചിച്ചതൊന്നും സബൂറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ലല്ലോ. അൻവറുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന നിലപാട് അൻവറോട് ആരും സംസാരിച്ചിട്ടില്ലല്ലോ. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ മേലെ ഗൗരവമായ അന്വേഷണം നടത്തി തീരുമാനത്തിലെത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല. അതിൽ കുറച്ച് വിശ്വസിക്കാം. അല്ല, P ശശിക്കുള്ള ആരോപണം അദ്ദേഹം എഴുതി കൊടുത്തില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ P ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയും അദ്ദേഹം P ശശിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി കൊടുത്തോട്ടെ. ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കും. എനിക്കറിയില്ല. പാർട്ടിയുടെ മുമ്പിൽ P ശശിക്കെതിരായിട്ടുള്ള ഒരാരോപണവുമില്ല. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഒരാരോപണവും P ശശിക്കെതിരായിട്ട് ഇതുവരെ റിട്ടേണായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും മീഡിയാസ് ചർച്ച ചെയ്ത കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെ അൻവർ പറയുന്നു എന്നൊക്കെ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത്തരം വിഷയങ്ങളല്ലാതെ ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇല്ല, വാക്കാലുള്ള ഒരു അലിഗേഷൻ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് പിന്നെ കാണാമല്ലോ ഇനി. ആയിക്കോട്ടെ. നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ മതി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി നമുക്ക്, അല്ലേ? ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കേരളത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ, അതിലെന്ത് നിലപാടെടുക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രാഥമിക ആലോചന ഞങ്ങൾ ഇന്ന് നടത്തിയിട്ടുണ്ട്. തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതാ ഇന്ന് LDF വന്നിട്ടില്ല. പിരിയല്ലേ അല്ലേ? എല്ലാവർക്കും നന്ദി. ഓക്കെ.